ഹലോ ഫ്രണ്ട്സ്, റമസാൻ നൊയമ്പൊക്കെ മുറിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് കസ്റ്റർഡ് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടു നോക്കുക. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റർഡ് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഫ്രൂട്ട്സിൻ്റെ പറയാം. ഞാനിപ്പോൾ സബർജിൽ എടുത്തിട്ടുണ്ട്, അതായത് പെയേഴ്സ് ഒരു 2 എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് സ്ട്രോബെറി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2 പഴുത്ത മാങ്ങ, പിന്നെ ഫിക്സ് അത്തിപ്പഴം. ഇത്രയും ആണ് ഞാൻ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുതന്നെ എടുക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കണം. അതായത് ഇപ്പം ആപ്പിൾ, ഞാനിപ്പോൾ പേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് എളുപ്പം കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനകത്തോട്ട് കുറച്ച് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ ആപ്പിൾ ആഡ് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിനകത്ത് നല്ല അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചത്, അതങ്ങനെ ആ പഞ്ചസാരയിലും നാരങ്ങയിലും സോക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ റേസിൻസ്, നമ്മുടെ ഉണക്ക മുന്തിരിങ്ങ, അതും നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. പിന്നെ നമുക്ക് ഫൈനലായിട്ട് ഷുഗർ ഇപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് നമ്മൾ നോക്കാം. അത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സിൻ്റെ ഷുഗറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് നമുക്ക് ആദ്യം കുറച്ച് ആഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് ഇനി കസ്റ്റേർഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ ഫ്രൂട്ട്സിനെയൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ്. അധികം അങ്ങനെ പ്രസ് ചെയ്യരുത്, അല്ലെങ്കിൽ മാങ്ങയൊക്കെ ഇങ്ങനെ ഇതായിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ പതുക്കെ അതിനെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. കുറേശ്ശെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ പഞ്ചസാരയും നാരങ്ങ നീരും അതെല്ലാം കൂടെ ഫ്രൂട്ട്സിലെല്ലാം പിടിച്ചോളും. ഇതെല്ലാം കൂടെ നമുക്ക് പതുക്കെ മിക്സ് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നിങ്ങൾക്ക് കാണാം. ഇനി ഇതിനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രൂട്ട്സിൽ നിന്നും ആ പഞ്ചസാരയുടെ വെള്ളം കൂടെ ഒക്കെ ഇറങ്ങി കുറച്ച് സോസായിട്ട് നമുക്ക് നാളെ ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ ഒരു ക്ലിങ് ഫിലിം ഇട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം. നമുക്ക് ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചു. ഇനി കസ്റ്റർഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ, അതായത് ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങിയിരിക്കണം, നന്നായിട്ട് നിറഞ്ഞിരിക്കണം. വടിച്ചല്ല എടുക്കുന്നത്. ഞാൻ 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തു. ഇത് ഒരു ലിറ്റർ പാലിനുള്ള കസ്റ്റർഡ് ഉണ്ടാക്കാനാണ്. പിന്നെ 200 ml പാല്. എന്നിട്ട് നമുക്കിതിനെ ആദ്യം ഒന്ന് വിസ്ക് ചെയ്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഒരു സോസ് പോലെ ഇതിനെ കട്ടാതെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് 1 ലിറ്റർ പാല് ചൂടാക്കിയിട്ട് ഇത് അതിനകത്ത് മിക്സ് ചെയ്ത് കസ്റ്റേർഡ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി പാല് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഞാൻ 500 ml പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കി 500 ml കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിൻ്റെ കൂടെ നമുക്ക് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 1 ലിറ്ററിന് 4 ടേബിൾ സ്പൂൺ ടു 6 to 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇടേണ്ടത്. അപ്പം നമുക്കത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാല് ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സിന് ഓൾറെഡി നമ്മൾ ഷുഗർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അധികം ഷുഗറിൻ്റെ ആവശ്യം വരത്തില്ല. ജസ്റ്റ് ഒന്ന് ആ കസ്റ്റർഡിനുള്ള ഷുഗർ മതി. ഇതിനെ നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ബോയിൽ ചെയ്യാനായിട്ട് അനുവദിക്കുക പാലിന്. അപ്പം നിങ്ങൾക്ക് കാണാം ആ പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ആ കലക്കി വെച്ച കസ്റ്റർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അത് തിളയ്ക്കുമ്പോഴത്തേക്കും നല്ല കുറുകി കസ്റ്റേർഡ് ആയിക്കോളും. അത് ആ തിക്നെസ് ഞാൻ കാണിച്ചാൽ ഇപ്പോൾ കണ്ടപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതിന് തിളച്ച് ഒന്നും കൂടെ കുറുകി വരുമ്പോഴത്തേക്കും നല്ല തിക്കനാവും. ഇപ്പോൾ തന്നെ ഇളക്കുമ്പോൾ തന്നെ തിക്കനായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ, നല്ലൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് തിക്നെസ്സായി. ഇനി ഞാൻ അടുപ്പങ്ങ് ഓഫ് ചെയ്യാണ്. ആറി കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കായിക്കോളും. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് തിളച്ച് നല്ല തിക്കായിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ നോക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി വന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അടുപ്പത്തു നിന്ന് മാറ്റി ഇനിയിപ്പം തന്നെ തണുക്കാനായിട്ട് അനുവദിക്കാം. അപ്പോൾ പിറ്റേ ദിവസമായി നമ്മുടെ ഫ്രൂട്ട്സൊക്കെ
നല്ലതായിട്ട് സോക്കായിട്ടുണ്ട്. ആ റേസിൻസും നട്ട്സും ഒക്കെ നല്ല ഒരു സോക്ക്ഡ് ആയിട്ടുണ്ട് നാരങ്ങയും ഷുഗറിൻ്റെ സിറപ്പിൽ. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ കസ്റ്റേർഡും കൂടെ ഒഴിച്ച് ഇതിനെ സെർവ് ചെയ്ത് എടുക്കാം. അത് നല്ല കൂളിങ്ങുമാണ്. ഈ നോയമ്പൊക്കെ മുറിക്കുമ്പം റംസാൻ ഇപ്പോൾ നോയമ്പ് സമയമാണല്ലോ, അപ്പം റംസാൻ നോയമ്പ് മുറിക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് നല്ല വയറിന് നല്ല ലൈറ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം അവർക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മൾ ഉണ്ടാക്കിയ ആ കസ്റ്റേർഡ് നല്ല തിക്കായിട്ടുള്ള കസ്റ്റേർഡാണ് ഉണ്ടാക്കിയേക്കുന്നത്. കറക്റ്റ് പരുവാണ്. ആ ജ്യൂസിൻ്റെ, അതായത് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസിൻ്റെ കൂടെ ഈ കസ്റ്റേർഡും കൂടെ മിക്സ് ആകുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. ഇതെല്ലാം കൂടെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല ഫ്രൂട്ട് കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്.